വെൽക്കം ടു ഈസി എക്സ്പോർട്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു കണ്ടെയ്നറൊക്കെ ചെയ്യണമെങ്കിൽ അറിയാം അതിനൊരു കോസ്റ്റ് ഒരു 40 ലക്ഷം രൂപയൊക്കെ കോസ്റ്റ് ഉണ്ടെങ്കിലാണ് ഒരു ഫുൾ കണ്ടെയ്നർ നമുക്ക് ഒരു എബ്രോഡ് രാജ്യത്തേക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങണമെങ്കിൽ മിനിമം ഒരു 1 കോടി രൂപ 2 കോടി രൂപ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷേ നമുക്ക് ചെറിയ രീതിയിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു പ്ലാന്റ് കാര്യങ്ങൾ ഇടണമെങ്കിൽ അതിന് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു കണ്ടെയ്നർ ചെയ്യുമ്പോൾ ഒരു 30 ലാക്സ് തൊട്ട് 40 ലാക്സ് വരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഒരു 3-4 കണ്ടെയ്നർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അങ്ങനെ മാത്രമേ നമുക്കൊരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ ഈ പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ, അതായത് ഇപ്പോൾ ഒരു 1 ലാക്ക് റുപ്പീസ് അല്ലെ 1.5 ലാക്സ് റുപ്പീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതറിയാൻ വേണ്ടി വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് മർച്ചൻ്റ് എക്സ്പോർട്ടിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാം. ഒന്ന് മാനുഫാക്ചർ എക്സ്പോർട്ടിങ്, അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് ആ പ്രൊഡക്ഷൻ പ്ലാന്റിൽ നിന്ന് പ്രൊഡക്റ്റുകൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മാനുഫാക്ചറിങ് എക്സ്പോർട്ടിംഗ് എന്നാണ് പറയുന്നത്. അതല്ലാതെ മർച്ചൻ്റ് എക്സ്പോർട്ടിംഗ് ഉണ്ട്. മർച്ചൻ്റ് എക്സ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വേറെ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, നല്ല സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എല്ലാം പ്രൊക്യൂർ ചെയ്തിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യലാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് നമുക്ക് അധികം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നല്ലൊരു സപ്ലയറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല സപ്ലയറെ എങ്ങനെ കിട്ടും? നമുക്കിപ്പോൾ ഇന്ത്യ മാർട്ട് പോലെയുള്ള B2B സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ ഹോൾസെയിൽ ആയിട്ടുള്ള നല്ല നല്ല സപ്ലയേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഫുഡ് ബിസിനസ് ആയിക്കോട്ടെ, ക്ലോത്ത് ബിസിനസ് ആയിക്കോട്ടെ, ഇനി അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലെതർ പ്രൊഡക്റ്റിൻ്റെ ബിസിനസ് ആയിക്കോട്ടെ, എന്ത് ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിനുള്ള സപ്ലയേഴ്സിനെ കണ്ടുപിടിക്കും. ഇപ്പോൾ ഇന്ത്യ മാർട്ട് പോലെയുള്ള B2B സൈറ്റുകളിൽ കയറിയിട്ട് നിങ്ങൾ നല്ല സപ്ലയേഴ്സിനെ കണ്ടുപിടിക്കും. അപ്പോൾ സപ്ലയറെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മേടിക്കുക. അപ്പോൾ നമ്മുടെ സപ്ലയർ എന്ത് ചെയ്യും? നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും സ്പെസിഫിക്കേഷൻസും അയച്ചു തരും. ഇതിന് ശേഷം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുക, സോഷ്യൽ മീഡിയ പേജസിലൊക്കെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പേജസിലൊക്കെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ സപ്ലയർ നമുക്ക് തരുന്ന പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രസൻറ്റ് ചെയ്യുക. നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. അതായത് ചെറിയൊരു പൈസ ഫേസ്ബുക്കിനോ ഗൂഗിളിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്, അപ്പോൾ അത് ക്ലോത്ത് ആണെങ്കിൽ ക്ലോത്ത് ഐറ്റംസ് ആവശ്യമുള്ള ആൾക്കാർ മാത്രം, ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്സ് നടത്തുന്ന ആളുകൾ മാത്രം കാണുന്ന രീതിയിൽ നമുക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും. പിന്നെ അതല്ല ഫുഡ് പ്രൊഡക്ട്സ് ആണ്, ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ബിസിനസ് ഡീൽ ചെയ്യുന്ന ആളുകൾ മാത്രം കാണുന്ന രീതിയിൽ നമുക്ക് അങ്ങനത്തെ ആഡുകൾ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ആഡുകൾ റൺ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് കുറേ എൻക്വയറീസ് വരും. അപ്പോൾ എൻക്വയറീസ് വന്നു കഴിയുമ്പോൾ കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്ന് കുറേ ഡൗട്ടുകൾ ഉണ്ടാവും, അവർക്ക് കുറേ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ആദ്യം തന്നെ അവർ നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് അയക്കാൻ പറയും. നമ്മളൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് കസ്റ്റമറിന് അയക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കസ്റ്റമർ സെലക്ട് ചെയ്തിട്ട് കുറച്ച് പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്തിട്ടായിരിക്കും ഈ ഇത്രയും പ്രൊഡക്റ്റുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവരൊരു പർച്ചേസ് ഓർഡർ നമുക്ക് തരുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പർച്ചേസ് ലിസ്റ്റ് തരുകയാണ്. അപ്പോൾ ഈ ലിസ്റ്റിലെ ഈ ലിസ്റ്റിലുള്ള പ്രൊഡക്റ്റുകളുടെ പ്രൈസ് നമ്മളെടുത്ത് കസ്റ്റമറിന് അയച്ചു കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ചെറിയ നെഗോസിയേഷനും കാര്യങ്ങളും വരും. ഫൈനലി കസ്റ്റമർ നമുക്ക് പർച്ചേസ് ഓർഡർ തരും. അപ്പോൾ ഈ പർച്ചേസ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നേരെ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ബാങ്കിൽ പോവുക. ബാങ്കിൽ പോയിട്ട് പറയുന്നത് എനിക്കിങ്ങനെ ഒരു എക്സ്പോർട്ടിന് ഓർഡർ വന്നിട്ടുണ്ട്, നമുക്കിപ്പോൾ ഒരു സപ്ലയർ ഉണ്ട്, സപ്ലയർ ഇന്നപോലെ പ്രൊഡക്റ്റ് ഇത്ര രൂപയ്ക്ക് പ്രൊഡക്റ്റ് തരും, നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്ര രൂപ ലാഭം ഇട്ടിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ ഒരു കൺസൈൻമെൻറ്റിൽ നമുക്ക് ഇത്ര രൂപ ലാഭമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫുള്ള് ഡീറ്റെയിൽസ് ഡോക്യുമെൻറ്റ്സ് ആക്കിയിട്ട് പേപ്പർ വർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ബാങ്കിൽ പോകും. ബാങ്കിൽ പോയിട്ട് നമ്മൾ ഈ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ബാങ്ക് നമ്മുടെ അടുത്ത് ചിലപ്പോൾ ചോദിക്കും നമുക്ക് കൊളാപ്റ്റൽ സെക്യൂരിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രീവിയസ് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കും. നമ്മൾ ഇതിനു മുമ്പ് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സെക്യൂരിറ്റീസ് ഒക്കെ വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. പിന്നെ അങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇൻവെസ്റ്റേഴ്സിനെ വെൽക്കം ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ആഡ് റൺ ചെയ്യാൻ പറ്റും. അതായത് ഞങ്ങൾക്ക് എക്സ്പോർട്ടിങ്ങിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ വെൽക്കം ചെയ്യുന്നു, ഞങ്ങൾ എക്സ്പോർട്ട് കമ്പനിക്ക് ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമുണ്ട്, അപ്പോൾ ആഡ് റൺ ചെയ്യാൻ പറയും. ഇപ്പോൾ ഇന്നപോലെ നമുക്കൊരു ഓർഡർ ഉണ്ട്, 20 ലക്ഷം രൂപയുടെ കൺസൈൻമെൻ്റ് ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് ലാഭമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ 50% പ്രോഫിറ്റ് തരാം. അപ്പോൾ ഒരു 1.5 ലാക്സ് റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് തരാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഇൻവെസ്റ്ററെ കൂട്ടിയിട്ട് നമ്മൾ സപ്ലയറിൻ്റെ നിന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതും മാനുഫാക്ചർ എക്സ്പോർട്ടിങ് നമ്മളുള്ള വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാഭം കൂടുതലായിരിക്കും, പക്ഷേ അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും കൂടുതലാണ്. പക്ഷേ മർച്ചൻ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാഭം കുറവാണ്, അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും കുറവാണ്. പക്ഷേ മർച്ചൻ്റ് എക്സ്പോർട്ടിംഗ് ആണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്യാൻ പറ്റും.
ഇപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു പ്ലാന്റിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, അതിന് മുകളിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മർച്ചൻ്റ് എക്സ്പോർട്ടിംഗ് ആണ് ഇതുപോലെ പല സപ്ലൈസിനെ കണ്ടുപിടിക്കാം, ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്ത് പല ബയേഴ്സിനെ കണ്ടുപിടിക്കുക, അതിനുശേഷം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സിനെ വെൽക്കം ചെയ്യാം. ഇൻവെസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സപ്ലൈസിൻ്റെ നിന്ന് പ്രോഡക്റ്റ് എടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. പിന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ക്ലോത്തിൻ്റെ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തത്. ഇപ്പം നമുക്ക് ഇപ്പോൾ UK ഓർഡർ ഉണ്ട്, കാനഡ, USA, ദുബായ്, അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ പാർട്ട് ലോഡായിട്ടുള്ള ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നെക്സ്റ്റ് ഡൽഹിയിൽ പോയിട്ട് ഈ എൻ്റെ സപ്ലയർ ഡൽഹിയിലാണുള്ളത്. അപ്പോൾ ഡൽഹിയിൽ പോയിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യും. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഡൽഹിയിൽ പോകുന്നുണ്ട്. ഡൽഹിയിലെ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് കാര്യങ്ങൾ ഇതൊക്കെ കാണിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യണം, ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തൊരു 1.5 lakhs ആ ഒരു റേഞ്ചിൽ, ഒരു 1 lakhs 1.5 lakhs അത്രയും റേഞ്ചിൽ വരുന്ന ക്ലോത്ത് പർച്ചേസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ദുബായിക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എക്സ്പോർട്ടിങ്ങിന് ചാർജ് ഒന്നും വരുന്നില്ല. ഇവിടുന്ന് കണ്ടെയ്നറൊക്കെ ഫ്രീ ആണ് ദുബായിക്ക്. അപ്പോൾ നമുക്ക് ആകെപ്പാടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെയുള്ള എംപ്ലോയീസിന്, അപ്പോൾ അവിടെ ലോഡിംഗ് കാർക്ക് കൊടുക്കുന്ന പൈസ, ഫോർക്ക് ലിഫ്റ്റിങ്, ഇങ്ങനെയുള്ള കുറച്ച് പൈസകൾ വരത്തുള്ളൂ. അപ്പോൾ ഒരു 1 CP ഞാനിപ്പോൾ ഈ പ്ലാൻ ചെയ്ത പോലെ ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റൊക്കെ ദുബായിക്ക് അയക്കണമെങ്കിൽ എനിക്കൊരു 5,000 അല്ലെങ്കിൽ 6,000 റുപ്പീസൊക്കെയാണ് ഷിപ്പിങ്ങിന് വേണ്ടി മൊത്തം വരുന്ന കോസ്റ്റ്. ഓക്കെ, ഇതിന് ശേഷം ഈ പ്രൊഡക്റ്റ് ദുബായിൽ എത്തിക്കുമ്പോൾ ദുബായിൽ നിന്ന് റിസീവ് ചെയ്തിട്ട് ഷോപ്പിൽ കൊണ്ടുവച്ച് സെല്ല് ചെയ്യുന്നത് വരെയുള്ള വീഡിയോസാണ് നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.